സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ തിരുനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. CSI മാങ്കുളം ഇടവകയുടെ നോമ്പുകാല ആരാധനകളുടെയും ശുശ്രൂഷയുടെയും ഭാഗമായിട്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ സുവിശേഷ സന്ദേശം ഈ നാളുകളിൽ സംവേദനം ചെയ്യുന്നതിനുള്ള ഒരവസരം സഭയായി ഒരുക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ എല്ലാ ഭാരവാഹികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സുമജ സുവിശേഷകരെ ദൈവം ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തിരുവറം ഡിസ്ട്രിക്റ്റിലെ മാങ്കുളം ഇടവക ഈ നാളുകളിൽ കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നൂതന മാധ്യമങ്ങൾ ഉപയോഗിച്ചും വിവിധ തരത്തിലുള്ള ശുശ്രൂഷയുടെ പുതിയ മാനങ്ങൾ കണ്ടെത്തിയും ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ ഡിസ്ട്രിക്ട് കൗൺസിലായിട്ടുള്ള പ്രത്യേക അനുമോദനം ഞാൻ അറിയിക്കുന്നതിന് ഈ സമയം വേർതിരിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തിന് ഒരു പുതുമ നൽകുന്നതിന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതുമ ഉണ്ടാകുന്നതിന് നമ്മുടെ ജീവിതത്തിനുള്ള അവസരം ഈ നോമ്പ് കാലഘട്ടം അല്ലെങ്കിൽ ലണ്ടൻ സീസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ വൃക്ഷലതാദികളെല്ലാം അതിൻ്റെ ഇലകൾ പൊഴിച്ച് പുതിയ നാമ്പുകളിട്ട് പുഷ്പിച്ച് ഫലം കായ്ക്കുന്നതിനുള്ള ഒരു ഒരുക്കം നടത്തുന്നതായി നാം കാണുന്നു. അതിനെയാണ് വസന്തകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വസന്തകാലത്തെ നമ്മുടെ ജീവിതത്തിലും ഒരു പുതുക്കം വരുത്തുന്നതിനുള്ള അവസരമായിട്ട് CSI തിരുസഭയുടെ കലണ്ടർ അനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആഷ് വെഡ്നെസ്ഡേ തുടങ്ങി അല്ലെങ്കിൽ ചാമ്പൽ ബുധനാഴ്ച തുടങ്ങി ഒരു നോമ്പ് കാലഘട്ടം സമാരംഭിക്കുകയാണ്. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതനുസരിച്ച് നമുക്ക് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിനും പുതിയ ജീവൻ കണ്ടെത്തുന്നതിനുള്ള ഒരു അവസരം നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷകൻ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അനിവാര്യമായിരിക്കുന്ന അടിസ്ഥാന ഘടകം മാനസാന്തരമാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗമാണിത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്കും ലോകജനതയ്ക്ക് മുഴുവനായും ക്രിസ്തുവിൽ ഒരു പുതിയ ജീവൻ കണ്ടെത്തുന്നതിനുള്ള അവസരമാണ് ഈ നോമ്പ് കാലഘട്ടം. ഈ നോമ്പ് കാലഘട്ടത്തിൽ മാനസാന്തരത്തിന് അനിവാര്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമതായിട്ട് ഇറ്റ്സ് എ ടൈം ഓഫ് റിപ്പൻഡൻസ് എന്നതാണ്. ജീവിതത്തിൽ ഒരു പശ്ചാത്താപ മനസ്സ് നമുക്ക് ആവശ്യമാണ്. പശ്ചാത്താപത്തോടുകൂടെ മാത്രമേ നമുക്ക് മാനസാന്തരപ്പെടാനായിട്ട് കഴിയുള്ളൂ. ജീവിതത്തെ ഒന്നുകൂടെ ചിന്തിച്ച് മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ പഴയ വഴികൾ വേണ്ട എന്ന് വെച്ച് ജീവിതത്തിൽ ഒരു പുതിയ വഴി കണ്ടെത്തുന്നതിനുള്ള അവസരമാണ് റിപ്പൻഡൻസ് അല്ലെങ്കിൽ പശ്ചാത്താപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുന്ന രണ്ടാമത്തെ ഘടകം ജീവിതത്തിൽ ഒരു റീതിങ്കിങ് ആണ്. ജീവിതത്തെ ഒന്നുകൂടെ പരിശോധന നടത്തി ജീവിതത്തിൽ പുതുമ സ്വീകരിക്കുന്നതിനായിട്ട് നാം ശ്രമിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് പല വഴികൾ മനുഷ്യൻ കണ്ടെത്തുന്നുണ്ട്. അതായത് ജീവിതത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവവചന ധ്യാനത്തോടും ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിനുള്ള ഒരു മനസ്സ് സമ്പാദിക്കുക. അങ്ങനെ ഒരു മനസ്സോടുകൂടെ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക എന്നതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. മൂന്നാമതായി ഇറ്റ്സ് എ ടൈം ഓഫ് റിക്കൺസിലിയേഷൻ. റിക്കൺസിലിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അനുരഞ്ജനമാണ്. ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധം ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിനുള്ള ഒരവസരമാണ്. ദൈവത്തോടുള്ള ബന്ധം മാത്രം നിലനിർത്തി ജീവിക്കുക എന്നത് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമല്ല. എന്നാൽ
ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെ പരിപാലിച്ച് സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ സഹജീവികളോട് ചേർന്ന് ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തി ജീവിക്കുന്നതാണ് ഭക്തന് അഭികാമ്യമായിരിക്കുന്നതെന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. സ്വർഗീയമായിരിക്കുന്ന മഹിമകൾ വെടിഞ്ഞ് ഭൂമിയിൽ കടന്നുവന്ന് ഭൂമിയിൽ പാപം ഒഴികെ മനുഷ്യൻ്റെ ജീവിത രീതികൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് മാതൃകയായി ക്രിസ്തു തൻ്റെ ജീവിതം നയിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക. അതുകൊണ്ട് ആ ഒരു അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്നു. സൃഷ്ടിയെ പരിപാലിക്കുന്നതിന് വേണ്ടി മനുഷ്യന് ദൈവം ചുമതല നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടിയോടുള്ള ബന്ധം നിലനിർത്തി സൃഷ്ടിയെ പരിപാലിച്ച് സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം ഈ ലോകത്തിൽ സകല ജാതികളോടും അറിയിക്കുന്ന ആ ഉത്തരവാദിത്വത്തിൽ നാം ഏവരും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അതിനുള്ള സാധ്യത സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, ആശംസിക്കുന്നത്. പ്രത്യേകാൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ മാങ്കുളം തിരുസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ നോമ്പുകാല ധ്യാന പ്രസംഗങ്ങൾ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ വഴി നാം കേൾക്കുമ്പോൾ നമുക്ക് പുതിയ ജീവൻ ഉണ്ടാകുന്നതിന്, ജീവിതത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ജീവിച്ച് പൂർണ്ണ സാക്ഷ്യം ഉള്ള ഒരു ജീവിതാവസ്ഥയിൽ വളരുന്നതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ധ്യാന ചിന്തകളെ ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.